ചക്കപ്പഴം പൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വരിക്ക ചക്കയിലാണ് ഇതുണ്ടാക്കുന്നത്. മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം വറുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. മൈദയിലേക്ക് നല്ല ജീരകം ഇട്ടുകൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ഇനിയാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ്. ചിലരൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടി അല്ലെങ്കിൽ മുട്ട ചേർക്കാറുണ്ട് മാവിൽ. ഇത് രണ്ടിനും പകരമാണ് ഇഡ്ലി മാവ് അല്ലെങ്കിൽ ദോശമാവ് ഇവിടെ ചേർക്കുന്നത്. ഈ ടേബിൾ സ്പൂണിലാണ് ഞാൻ ഇഡ്ലി മാവ് മെഷർ ചെയ്തത്. ഇനി അതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടി ചേർക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, മാവ് ചിലപ്പോൾ ലൂസായി പോവും. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതേമാതിരി ഇരിക്കണം. ചക്കയിൽ നിന്നും ഇളകിപ്പോകാൻ പാടില്ല. അതിനുശേഷം ഒരു 15 മിനിറ്റ് അത് അടച്ച് മാറ്റി വെക്കണം. 15 മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തു. ഇത് അത്യാവശ്യം മധുരമുള്ള വരിക്കച്ചക്കയാണ്. ആദ്യം ഒരു കടായി ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചു കഴിഞ്ഞാൽ ഓരോ പീസസും ബാറ്ററിൽ മുക്കി അതിലേക്ക് ഇട്ടുകൊടുക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടിടാൻ പാടില്ല, മാറ്റി മാറ്റി ഇട്ടുകൊടുക്കണം. അതുമാത്രമല്ല, ഇട്ടാലുടനെ ഇളക്കാനും പാടില്ല. ഒന്ന് നീക്കി കൊടുക്കാൻ പോലും പാടില്ല. അങ്ങനെ ചെയ്താൽ മാവ് ഇളകിപ്പോവും. അതുകൊണ്ട് ഒരു സൈഡ് ആവശ്യത്തിന് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഫുൾ ഫ്ലെയിമിലാണല്ലോ നമ്മൾ എണ്ണ തിളപ്പിക്കുന്നത്. മാവിൽ മുക്കിയ പീസസ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിലേ മാവ് വേഗയില്ല. ഞാനിവിടെ രണ്ടാമത്തെ ബാച്ചും ഇട്ടുകൊടുത്തു. രണ്ട് സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്നും എടുക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലോങ് വീഡിയോസ് കാണണേ. ചക്കപ്പഴംപൊരി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.